ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. അതേസമയം അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടൽ ആരംഭിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട്. മെറിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്കറിയാം അപൂർവ മൂലകങ്ങളുടെ ഒരു കൈമാറ്റം, അത് സംബന്ധിച്ച് ചൈന അത് നൽകില്ല എന്ന് പറയുന്നു. നിങ്ങളത് നൽകില്ല എങ്കിൽ എന്നാൽ ഇരിക്കട്ടെ, ഒരു 100% തീരുവ ഇന്ന വസ്തുക്കൾക്ക് ഇതിനെ ഇത്ര നിയന്ത്രണങ്ങൾ, കോട്ട ഒക്കെ പ്രഖ്യാപിക്കുന്നു. അതായിരിക്കുമല്ലോ ഇന്നലെ സംഭവിച്ചത്. അപ്പം തന്നെ വൈറ്റ് ഹൗസിൽ ഒരു കൂട്ട പിരിച്ചുവിടലിനുള്ള കളവും ഒരുങ്ങുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ക്രിസ്റ്റീന. അതായത് ഇപ്പോൾ വീണ്ടും മാസങ്ങൾ നീണ്ട ട്രേഡ് ട്രൂസ് അല്ലെങ്കിൽ തീരുവ യുദ്ധ വിരാമത്തിന് ശേഷം വീണ്ടും ഒരു തീരുവ യുദ്ധത്തിലേക്ക് ലോകം കടന്നിരിക്കുകയാണ്. പ്രധാനമായും ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നവംബർ 1 മുതൽ ഈ അധിക തീരുവ നിലവിൽ വരുമെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് നവംബർ 1 മുതൽ ഈ തീരുമാനം നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ചൈനയ്ക്ക് മേൽ സോഫ്റ്റ്വെയറുകളുടെ കയറ്റുമതികളുടെ മേൽ നിയന്ത്രണം വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ലോകത്തെ തടങ്കലിലാക്കാൻ ചൈനയെ അനുവദിക്കില്ല. ചൈന വളരെ ഹോസ്റ്റൈലായാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് മേലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ 30% തീരുവ ചൈനയ്ക്ക് മേലുണ്ട്. ഇതോടെ 100% അധിക തീരുവ കൂടി വരുന്നതോടെ 130% തീരുവ ചൈനയ്ക്ക് മേൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ അപൂർവ ധാതുക്കൾ പ്രധാനമായും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ അധിക തീരുവയുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, അത് നയതന്ത്ര തലത്തിലേക്ക് കടക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഷീ ജിൻപിങ്ങിനെ കാണാനില്ല എന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈ മാസം 31-നാണ് ദക്ഷിണ കൊറിയയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ലോകം അല്ലെങ്കിൽ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും ഒരു തീരുവ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ചൈനയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റാണ് അമേരിക്ക എന്ന് പറയുന്നത്. പ്രധാനമായും ഫർണിച്ചറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ഇതോടെ ഈ തീരുവ യുദ്ധം, അമേരിക്ക ചൈന തീരുവ യുദ്ധം വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. മാത്രമല്ല, അതേസമയം അമേരിക്കയിൽ ഇപ്പോൾ ഷട്ട് ഡൗൺ നടക്കുകയാണ്. അതായത് സർക്കാർ ഷട്ട് ഡൗൺ 10-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാസം 1-നാണ് ഈ സർക്കാർ ഷട്ട് ഡൗൺ ആരംഭിച്ചത്. ഇതിന് പിന്നാലെ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കൂട്ട പിരിച്ചുവിടലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് റിഡക്ഷൻ ഇൻ ഫോഴ്സ് അല്ലെങ്കിൽ RIB എന്ന പദമാണ് അവരതിന് ഉപയോഗിക്കുന്നത്. അത് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് ഡയറക്ടറായിട്ടുള്ള റസൽ വോട്ട് പറയുന്നത് ജീവനക്കാരെ കൂട്ട പിരിച്ചുവിടൽ നടപടികളുമായി കടന്നു കഴിഞ്ഞിരിക്കുന്നു. 30 ദിവസത്തെ നോട്ടീസ് നൽകും. അതിന് പിന്നാലെ ഈ കൂട്ട പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ധനവിനിയോഗ ബിൽ സെനറ്റിൽ തുടർച്ചയായി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയിൽ ഷട്ട് ഡൗൺ ഇപ്പോൾ നിലവിൽ ഷട്ട് ഡൗൺ തുടരുന്നത്. 10-ാം ദിവസമായിട്ടും ഇപ്പോൾ ഷട്ട് ഡൗൺ തുടരുകയാണ്. അതിന്റെ ഭാഗമായുള്ള ആ ഷട്ട് ഡൗണിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലും തുടരുന്നത്. ക്രിസ്റ്റീന, പ്രവിത. ശരി, മെറിൻ മേരി ചാക്കോയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.